ഞായറാഴ്ച രാത്രിയാണ് തിരുച്ചെന്തൂർ ചെന്നൈ എഗ്മൂർ എക്സ്പ്രസിലെ 800ഓളം യാത്രക്കാർ താമരഭരണി നദിക്കരയിലെ ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയത്. തിരുച്ചെന്തൂരിൽ നിന്ന് യാത്ര തുടങ്ങി വൈകാതെ ട്രാക്കിൽ വെള്ളം കയറിയതോടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിടുകയായിരുന്നു. വൈകാതെ ട്രാക്ക് തന്നെ പ്രളയത്തിൽ ഒലിച്ചുപോയി. പിന്നാലെ റെയിൽവേ സ്റ്റേഷന് ചുറ്റും വെള്ളം ഇരച്ചെത്തിയതോടെ യാത്രക്കാർ പൂർണ്ണമായും ഇവിടെ ഒറ്റപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 300ഓളം പേരെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചെങ്കിലും വൈകാതെ വെള്ളപ്പാച്ചിലിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. ഇതോടെയാണ് ഭക്ഷണവും വെള്ളവുമില്ലാതെ 500ഓളം പേർ ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയത്. അതേസമയം ദേശീയ ദുരന്ത നിവാരണ സേന രാവിലെയോടെ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ പ്രളയത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട തിരുനെൽവേലിയിലെയും തൂത്തുക്കുടിയിലെയും ഗ്രാമീണ മേഖലകളിൽ കര, നാവിക, വ്യോമസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മേഖലയിൽ ഹെലികോപ്റ്ററുകളിലെത്തിയാണ് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നത്. അതിനിടെ വെള്ളമിറങ്ങി തുടങ്ങിയ തിരുനെൽവേലി ടൗണിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തി. പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടെത്തിയത്. മഴക്കെടുതിയിൽ ഇതുവരെ 5 മരണമാണ് തെക്കൻ തമിഴ്നാട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് സംഭവിച്ച പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസ സഹായം തേടി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.